അധ്യായം 51. അദ്ദാരിയാത്ത്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 60. ദാരിയാത്ത് എന്നാൽ പൊടി പറത്തുന്നവ എന്നർത്ഥം. ഒന്നാം സൂക്തത്തിലാണ് പ്രസ്തുത പദം പ്രയോഗിച്ചത്. തൊട്ടുമുമ്പുള്ള ഖാഫ് അവതരിച്ച കാലത്തു തന്നെയാണ് ഇതിന്റെയും അവതരണം. ഇതിലെയും മുഖ്യ പ്രതിപാദ്യം പരലോകം തന്നെ. അതോടൊപ്പം ഏകദൈവ വിശ്വാസവും ഊന്നിപ്പറയുന്നു. അവിശ്വാസത്തിന്റെ അനിവാര്യ ദുരന്തങ്ങളെ സംബന്ധിച്ച താക്കീതും ഉൾക്കൊള്ളുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പൊടി പറത്തുന്നവ സാക്ഷി, കനത്ത മേഘങ്ങളെ വഹിക്കുന്നവ സാക്ഷി, തെന്നി നീങ്ങുന്നവ സാക്ഷി, കാര്യങ്ങൾ വീതിച്ചു കൊടുക്കുന്നവ സാക്ഷി. നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം സത്യം തന്നെ, തീർച്ച. ന്യായവിധി നടക്കുക തന്നെ ചെയ്യും. വിവിധ സഞ്ചാരപഥങ്ങളുള്ള ആകാശം സാക്ഷി. തീർച്ചയായും നിങ്ങൾ വ്യത്യസ്താഭിപ്രായക്കാരാണ്. നേർവഴിയിൽ നിന്ന് അകന്നവൻ ഈ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. ഊഹങ്ങളെ അവലംബിക്കുന്നവർ നശിച്ചതുതന്നെ. അവരോ വിവരക്കേടിൽ മതിമറന്നവർ. അവർ ചോദിക്കുന്നു, ന്യായവിധിയുടെ ദിനം എപ്പോഴെന്ന്. അതോ അവർ നരകാഗ്നിയിൽ എരിയുന്ന ദിനം തന്നെ. അന്ന് അവരോട് പറയും, ഇതാ നിങ്ങൾക്കുള്ള ശിക്ഷ, ഇത് അനുഭവിച്ചുകൊള്ളുക. നിങ്ങൾ തിടുക്കം കാട്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഇതാണല്ലോ. എന്നാൽ സൂക്ഷ്മത പാലിക്കുന്നവർ സ്വർഗീയാരാമങ്ങളിലും അരുവികളിലുമായിരിക്കും. തങ്ങളുടെ നാഥന്റെ വരദാനങ്ങൾ അനുഭവിക്കുന്നവരായി അവർ നേരത്തെ സദ്വൃത്തരായിരുന്നുവല്ലോ. രാത്രിയിൽ അല്പനേരമേ അവർ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. അവർ രാവിന്റെ ഒടുവുവേളകളിൽ പാപമോചനം തേടുന്നവരുമായിരുന്നു. അവരുടെ സമ്പാദ്യങ്ങളിൽ ചോദിക്കുന്നവനും നിരാലംബനും അവകാശമുണ്ടായിരുന്നു. ദൃഢവിശ്വാസികൾക്ക് ഭൂമിയിൽ നിരവധി തെളിവുകളുണ്ട്. നിങ്ങളിൽ തന്നെയുമുണ്ട്. എന്നിട്ടും നിങ്ങൾ അതൊന്നും കണ്ടു മനസ്സിലാക്കുന്നില്ലെന്നോ? ആകാശത്തിൽ നിങ്ങൾക്ക് ഉപജീവനമുണ്ട്, നിങ്ങളെ താക്കീത് ചെയ്തുകൊണ്ടിരിക്കുന്ന ശിക്ഷയും. ആകാശഭൂമികളുടെ നാഥൻ സാക്ഷി. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പോലെ ഇത് സത്യമാകുന്നു. ഇബ്രാഹീമിന്റെ ആദരണീയരായ അതിഥികളുടെ വിവരം നിനക്ക് വന്നെത്തിയോ? അവരദ്ദേഹത്തിന്റെ അടുത്തു വന്ന സന്ദർഭം അവരദ്ദേഹത്തിന് സലാം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കും സലാം, അപരിചിതരാണല്ലോ. അനന്തരം അദ്ദേഹം അതിവേഗം തന്റെ വീട്ടുകാരെ സമീപിച്ചു. അങ്ങനെ കൊഴുത്ത പശുക്കിടാവിനെ പാകം ചെയ്തുകൊണ്ടുവന്നു. അതവരുടെ സമീപത്ത് വച്ചു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ തിന്നുന്നില്ലേ? അപ്പോൾ അദ്ദേഹത്തിന് അവരെപ്പറ്റി ആശങ്ക തോന്നി. അവർ പറഞ്ഞു, പേടിക്കേണ്ട. ജ്ഞാനിയായ ഒരു പുത്രന്റെ ജനനത്തെക്കുറിച്ച് ശുഭവാർത്ത അവരദ്ദേഹത്തെ അറിയിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഒച്ചവച്ച് ഓടിവന്നു. സ്വന്തം മുഖത്തടിച്ചുകൊണ്ട് അവർ ചോദിച്ചു, വന്ധ്യയായ ഈ കിഴവിക്കോ? അവർ അറിയിച്ചു, അതെ, അങ്ങനെ സംഭവിക്കുമെന്ന് നിന്റെ നാഥൻ അറിയിച്ചിരിക്കുന്നു. അവൻ യുക്തിമാനും അഭിജ്ഞനും തന്നെ, തീർച്ച. അദ്ദേഹം അന്വേഷിച്ചു, അല്ലയോ ദൂതന്മാരെ, നിങ്ങളുടെ യാത്രോദ്ദേശ്യം എന്താണ്? അവർ അറിയിച്ചു, കുറ്റവാളികളായ ജനത്തിലേക്കാണ് ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. അവർക്കുമേൽ ചുട്ടെടുത്ത കളിമൺകട്ട വാരിച്ചൊരിയാൻ. അവ അതിക്രമികൾക്കായി നിന്റെ നാഥന്റെ വശം പ്രത്യേകം അടയാളപ്പെടുത്തിവെച്ചവയാണ്. പിന്നെ അവിടെയുണ്ടായിരുന്ന സത്യവിശ്വാസികളെയെല്ലാം നാം രക്ഷപ്പെടുത്തി. എന്നാൽ നാം അവിടെ മുസ്ലിങ്ങളുടേതായി ഒരു വീടല്ലാതൊന്നും കണ്ടില്ല. വേദനയേറിയ ശിക്ഷയെ പേടിക്കുന്നവർക്ക് നാം അവിടെ ഒരടയാളം ബാക്കിവെച്ചു. മൂസായിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. വ്യക്തമായ തെളിവുമായി നാം അദ്ദേഹത്തെ ഫിർഔന്റെ അടുത്തേക്ക് അയച്ച സന്ദർഭം.
അവൻ തന്റെ കഴിവിൽ ഗർവ് നടിച്ചു പിന്തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇവനൊരു മായാജാലക്കാരൻ, അല്ലെങ്കിൽ ഭ്രാന്തൻ. അതിനാൽ അവനെയും അവന്റെ പട്ടാളത്തെയും നാം പിടികൂടി. പിന്നെ അവരെയൊക്കെ കടലിലെറിഞ്ഞു. അവൻ ആക്ഷേപാർഹൻ തന്നെ. ആദ് ജനതയുടെ കാര്യത്തിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. വന്ധ്യമായ കാറ്റിനെ നാം അവർക്കു നേരെ അയച്ച സന്ദർഭം. തൊട്ടൊഴിഞ്ഞ ഒന്നിനെയും അത് തുരുമ്പ് പോലെ നുരുമ്പിച്ചതാക്കാതിരുന്നില്ല. സമൂദിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഒരു നിർണിത അവധി വരെ നിങ്ങൾ സുഖിച്ചുകൊള്ളുക എന്ന് അവരോട് പറഞ്ഞ സന്ദർഭം. എന്നിട്ടും അവർ തങ്ങളുടെ നാഥന്റെ കൽപ്പനയെ ധിക്കരിച്ചു. അങ്ങനെ അവർ നോക്കി നിൽക്കെ ഘോരമായൊരിടിനാദം അവരെ പിടികൂടി. അപ്പോഴവർക്ക് എഴുന്നേൽക്കാനോ രക്ഷാമാർഗം തേടാനോ കഴിഞ്ഞില്ല. അവർക്ക് മുമ്പേ നോഹിന്റെ ജനതയെയും നാം നശിപ്പിച്ചിട്ടുണ്ട്. ഉറപ്പായും അവരും അധാർമികരായിരുന്നു. ആകാശത്തെ നാം സ്വന്തം കരബലത്താൽ നിർമ്മിച്ചു. നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയെ നാം വിടർത്തി വിരിച്ചിരിക്കുന്നു. എത്ര വിശിഷ്ടമായി വിധാനിക്കുന്നവൻ! നാം എല്ലാ വസ്തുക്കളിൽ നിന്നും ഈ 2 ഇണകളെ സൃഷ്ടിച്ചു, നിങ്ങൾ ചിന്തിച്ചറിയാൻ. അതിനാൽ നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടിയെത്തുക. ഉറപ്പായും അവനിൽ നിന്ന് നിങ്ങളിലേക്കുള്ള തെളിഞ്ഞ താക്കീതുകാരനാണ് ഞാൻ. അല്ലാഹുവിനൊപ്പം മറ്റൊരു ദൈവത്തെയും സ്ഥാപിക്കാതിരിക്കുക. തീർച്ചയായും അവനിൽ നിന്ന് നിങ്ങൾക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നവനാണ് ഞാൻ. ഇவ்விധം ഭ്രാന്തനെന്നോ മായാജാലക്കാരനെന്നോ ആക്ഷേപിക്കപ്പെടാത്ത ഒരൊറ്റ ദൈവദൂതനും ഇവർക്ക് മുമ്പുള്ളവരിലും വന്നിട്ടില്ല. അവരൊക്കെയും അങ്ങനെ ചെയ്യാൻ അന്യോന്യം പറഞ്ഞുറപ്പിച്ചിരിക്കയാണോ? അല്ല, അവരൊക്കെയും അതിക്രമികളായ ജനം തന്നെ. അതിനാൽ നീ അവരിൽ നിന്ന് പിന്മാറുക, എങ്കിൽ നീ ആക്ഷേപാർഹനല്ല. നീ ഉദ്ബോധനം തുടരുക. ഉറപ്പായും സത്യവിശ്വാസികൾക്ക് ഉദ്ബോധനം ഉപകരിക്കും. ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് വഴിപ്പെട്ട് ജീവിക്കാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഞാൻ അവരിൽ നിന്ന് ഉപജീവനമൊന്നും കൊതിക്കുന്നില്ല. അവരെനിക്ക് തിന്നാൻ തരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹുവാണ് അന്നദാതാവ്. തീർച്ച അവൻ അതിശക്തനും കരുത്തനും തന്നെ. ഉറപ്പായും അക്രമം പ്രവർത്തിക്കുന്നവർക്ക് ശിക്ഷയുണ്ട്. അവരുടെ മുൻഗാമികളായ കൂട്ടുകാർക്ക് കിട്ടിയ പോലുള്ള ശിക്ഷ. അതിനാൽ അവരെന്നോടതിന് തിടുക്കം കൂട്ടേണ്ടതില്ല. സത്യനിഷേധികളോട് താക്കീത് നൽകിക്കൊണ്ടിരിക്കുന്ന ദിനമില്ലേ, അതവർക്ക് സർവനാശത്തിന്റേതു തന്നെ.